ബീച്ചിലെ ബ്യൂട്ടി വരുന്ന സൺസെറ്റിലാണ്. ഏരിയ വലിങ്ങനെ പുതിയങ്ങാടി ഏരിയയിൽ നല്ലോണം എഫക്റ്റ് ആവുകയും ഇവിടെ എഫക്റ്റ് കുറയുകയും ചെയ്യാൻ കുറേ ആൾക്കാർ കാരണമായിട്ട് പറഞ്ഞത്. അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ അവരാണ് ചെയ്യേണ്ടത് വഴി. ഹലോ ഫ്രണ്ട്സ്, അത് നമ്മൾ ഇപ്പോൾ ഉള്ളത് എവിടെ ഉള്ളത്? ചാൽ ബീച്ച്, അതായത് നമ്മുടെ മാട്ടൂലിൻ്റെ ഇപ്പുറത്തെ സൈഡ് അവിടെ എത്തിയിട്ടുണ്ട്. ചാൽ ബീച്ച്, അഴീക്കൽ ആ സൈഡ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല വ്യൂ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയ ഒരു വ്ളോഗ്, ഇൻഷാ അല്ലാ നല്ല അടിപൊളി വ്ളോഗാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോസ് നമുക്ക് കണ്ടിട്ട് വരാം. അല്ലാതെ ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് ചാൽ ബീച്ചിൽ വന്നേരം ഇവിടുത്തെ ഒരു പ്രദേശവാസനായിട്ട്. ഏട്ടൻ്റെ പേരെന്താണ്? അപ്പോൾ ഏട്ടന് ഈ സ്ഥലത്തെല്ലാം ഉണ്ടാവും. ഈ നാടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നാടിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഇത് പൊതുവിൽ കാർഷിക ഗ്രാമമാണ്. കാറ്റാടി വെച്ചിട്ട് അതിന് ശേഷമാണ് ഇത് ബീച്ചും അതിനോടനുബന്ധിച്ച് ഈ റോഡും കാര്യമെല്ലാം വന്നത്. അതിന് മുമ്പേ ഇങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇവിടെ നിങ്ങൾ നമുക്ക് അങ്ങനെ നോക്കിയാൽ ഇങ്ങനെ ദൂരെ കാണുന്ന സ്ഥലമാണ്. അവിടെ എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ അതിനുശേഷമാണ് അതുപോലെ കുറച്ച് തെങ്ങെല്ലാം വെച്ചതിന് ശേഷമാണ് നല്ല തണലും അതുപോലത്തെ ഈ കാറ്റാടി വളർന്ന് കാറ്റാടി ഇപ്പം 5 കൊല്ലം 10 കൊല്ലം കൊണ്ട് കുറേ മുറിക്കലുണ്ട്. ഇപ്പോൾ കുറേയായിട്ട് മുറിക്കാറില്ല. പിന്നെ നമ്മൾ നാട്ടുകാർ കുറച്ച് മരത്തിനായിട്ടൊന്നും യൂസ് ചെയ്യില്ല. ഉണങ്ങി വീണതൊക്കെ പൊട്ടിയത് കത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നു. അതിനായിട്ടൊന്നും ആരും ടൂറിസ്റ്റുകാർ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ കൊറോണ കാലം ആയതുകൊണ്ട് ആരും ഇങ്ങോട്ടില്ല. എല്ലാം അടച്ചിട്ട് തുറക്കാറില്ല. മാർച്ചിന് ശേഷം തുറക്കില്ല. മത്സ്യബന്ധനം നമ്മൾ സാധാരണ കരക്കൊന്ന് വലയിട്ടിട്ട് പിടിക്കാറുണ്ട്. തോണിക്കാർ കൂടെ എടുക്കാറുണ്ട്. ആരും ഈ തോണി കണ്ടിട്ടില്ലേ? അവിടെ 1-2 തോണി വേണം. മത്സ്യബന്ധനം കൂടെ നമുക്ക് അധികം കരവലയിൽ. സാധാരണ ബീച്ച് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സ്ഥലം ഉണ്ടല്ലോ. ഇതെന്ന് പറഞ്ഞാൽ കാടും വന്ന് ബീച്ചും വന്ന് പിന്നെ കാറ്റ് തടയാൻ വേണ്ടിയിട്ടാണ് കാറ്റാടി വെച്ചത്. അതുപോലെ പിന്നെ നല്ല ഗവൺമെൻറ്റിന് വരുമാനം കൂടിയാണല്ലോ അതിന് കാറ്റാടി വെച്ചത്. അല്ലാണ്ട് പിന്നെ മുമ്പ് പ്ലെയിൻ സ്ഥലം തന്നെ. ഏതോ നല്ല ഈ തണലിൻ്റെ സ്ഥലമാണോ അല്ല ഇപ്പം നമ്മൾ അങ്ങോട്ട് ഭാഗത്ത് സാധാരണ മഴക്കാലത്ത് കാറ്റൊക്കെ വന്നാൽ ഓടുകളൊക്കെ പാറിപ്പോകാറുണ്ട്. ഇപ്പോൾ കുറേ കുറവാണ് ഈ കാറ്റ് പിടിക്കാതെ. ഉണ്ടാവില്ല. അടുത്തൊന്നും കടൽക്ഷോഭം ഉണ്ടായിട്ടില്ല. പ്രകൃതി അതെല്ലാം പരമാവധി കുറഞ്ഞു അല്ലേ? ഈ കാറ്റാടി ഉള്ളതുകൊണ്ട് താഴെ ഈ കാറ്റ് താഴോട്ട് വരില്ല. അപ്പോൾ ചെറിയ വീടുകൾ തന്നെ പരമാവധി കൺട്രോൾ ചെയ്യും. ചെറിയ വീടുകൾക്കൊന്നും കാറ്റ് ബാധിക്കില്ല. പിന്നെന്താണ് നാടിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ നാടിനെ കുറിച്ച് എന്താ പറയുന്നത്? നമ്മുടെ നാട് നല്ല നാടാണ്. പിന്നെ മഴക്കാലമാകുമ്പോൾ കൃഷി, നെല്ല് കൃഷി. പിന്നെ വേനൽക്കാലമാകുമ്പോൾ കണ്ടമാനം പച്ചക്കറി കൃഷി നടന്ന സ്ഥലമാണ്. വരുന്ന വഴിക്ക് കംപ്ലീറ്റ് പച്ചക്കറി. ഞാനും പച്ചക്കറി കണ്ടമാനം നടന്ന ആളാണ്. പിന്നെ ഇവിടെ ലൈറ്റ് ഹൗസ് ഇവിടെയല്ലേ? ലൈറ്റ് ഹൗസ് അഴീക്കൽ ശരിയില്ല. അങ്ങ് പോകണം. പള്ളിയുടെ അപ്പുറത്ത് പോയിട്ട് ആ റോഡിലൂടെ പോയാൽ ലൈറ്റ് ഹൗസ് ഉണ്ടാവും. ലൈറ്റ് ഹൗസിൻ്റെ മുന്നിൽ തന്നെ എത്തും. ഏതായാലും ഇത്രയും വിവരിച്ചതിന് വളരെ നന്ദി.
നമ്മളിപ്പോ ചാൽ ബീച്ചിന്റെ പാർക്ക് ഏരിയയിൽ നിൽക്കുമ്പോൾ ഏട്ടന് വർക്ക് ചെയ്യാൻ തോന്നുന്നു. വർക്ക് ചെയ്യുന്നതാണോ? അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ ഒരു അധ്യാപകനായിരുന്നു. 32 വർഷം ഞാൻ പിന്നെ 6-7 രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, ടീച്ചറാണ്. ഏതാ വിഷയം? ഞാൻ ബിസിനസ് സ്റ്റഡീസ്, ഇന്റർനാഷണൽ ബിസിനസ് പഠിപ്പിച്ച ആളാണ്. സ്ഥലം എവിടെയാണ്? ഇവിടെ തന്നെയാണോ? ഞാൻ മൂന്നിടത്താണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കാറ്റുണ്ട്, കുറച്ച് പ്ലഷറാണ് ചിന്തിക്കുന്നത്. നമ്മൾ സുഹൃത്ത് വരാനുണ്ട്, അതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യാം. എന്താണ് ഈ സ്ഥലത്തിനെ കുറിച്ച് പറയാനുള്ളത്? സ്ഥലത്തിന് ഇത്രയും സുന്ദരമായൊരു സ്ഥലം, ലോകത്തിലെ 10ാമത്തെ അത്ഭുതം എന്ന് പറയാം, അതാണ് ചാൽ ബീച്ച്. പ്രത്യേകത എന്താ ഉള്ളത്? ഒരു മനോഹരമായ ബീച്ച്, പിന്നെ നടക്കാൻ നല്ല സുഖകരമായി നല്ല കാറ്റ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പ്ലേ ഗ്രൗണ്ട് വന്നിട്ട് കുറേ ഈ ഗ്രൗണ്ട് വന്നിട്ട് ഇപ്പോൾ ഒരു 5-6 വർഷമായി. ഇപ്പോൾ കൊറോണ ആയിക്കൊണ്ട് എല്ലാം ബുദ്ധിമുട്ടായില്ല. എങ്ങനെയുണ്ട്? കൊറോണ ബാധിച്ചിനാ? കൊറോണ ഇതുവരെ ബാധിച്ചിട്ടില്ല. അങ്ങനെയല്ല, നിങ്ങളൊക്കെ ബാധിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം, നിങ്ങൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. പിന്നെ നമ്മളെപ്പോലത്തെ കളവന്മാർക്ക് പ്രായമല്ലോ, പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. അങ്ങനെയല്ലേ വേണ്ട. വേറെ എന്താണ് നിങ്ങളുടെ സംശയങ്ങൾ? നിങ്ങളെല്ലാം നല്ല ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഞാൻ ഒരു ഇന്റർവ്യൂ അങ്ങോട്ട് ചോദിക്കാം. ഞാൻ വർക്ക് ചെയ്യുന്നത്, പഠിക്കുന്നത്, എല്ലാവരും വർക്ക് പഠിക്കുന്നത്. അവിടെ പഠിക്കുന്നു? ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. ഒമാനിലായിരുന്നു, ഇപ്പൊ നാട്ടിലേക്ക് കൊറോണയോ. ഒമാനില്ല, നിങ്ങൾ ഗൾഫ് വന്നല്ലേ? ഞാൻ ബഹ്റിൻ, ദുബായ്, സൗദിയിലൊക്കെ 25 വർഷം ഉണ്ടായിരുന്നു. അവിടെ പഠിപ്പിച്ചത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് സെന്റേഴ്സ്, കേംബ്രിഡ്ജിലല്ലേ? യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് സെന്റേഴ്സിൽ അധ്യാപകനായിരുന്നു. അറബികളായിരുന്നു നമ്മുടെ സ്റ്റുഡൻസ് കൂടുതൽ. നമ്മുടെ ബ്രിട്ടീഷ് സിലബസ് ആയതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരും അതിൽ പഠിക്കൽ കുറവാണ്. അറബിസിനെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം ഇങ്ങനെ കുട്ടികളെ ഓരോ രാജ്യത്തെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും. കുട്ടികളെ തീർച്ചയായും അറബികളെ പോലെയല്ല ഇന്ത്യക്കാർ അല്ലേ, അവരുടേതായ അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ വൈകുന്നേരം വന്നിരിക്കാറുണ്ടോ? എല്ലാ ദിവസവും രാവിലെ ഇവിടെ വരും. രാവിലെ നമ്മുടെ ഇവിടെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്, ഒരു ലാഫിംഗ് തെറാപ്പി ഉണ്ട്. അത് സിനിമയിലെല്ലാം കാണലുണ്ട്. അതെ തന്നെ, ബ്രെയിൻ ജിം ഉണ്ട്, അതേപോലെ യോഗയുണ്ട്, ഇവിടെ രാവിലെ ഇങ്ങനത്തെ വാക്കിംഗ് ഉണ്ട്. ഇതൊക്കെ ഈ ഗ്രൗണ്ടിൽ ഇവിടെ നമ്മളൊരു 15 ആൾ ഒത്തുചേർന്നിട്ട് ചെയ്യുന്ന പറ്റും. ക്ലബ്സ് അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല നിങ്ങളെ ഫ്രണ്ട്സ്? ടോംസ് യോഗ എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിന്റെ ഇതിലാണ് ഇത് ചെയ്യുന്നത്. അതിന്റെ കൂടെ നമ്മൾ ഈ കസർത്തുകൾ മാത്രം കാണിച്ചാൽ പോരാ, മനസ്സിന് ഒരു ഹാപ്പിനെസ് വേണ്ടിയിട്ട് നമ്മൾ ചിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ലാഫിംഗ് ക്ലബ് ഉണ്ട്, ലാഫിംഗ് തെറാപ്പി, അത് ചെയ്യും. അഡ്മിഷൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ചിരിക്കാതെ നമുക്കൊരു അസുഖം മാറില്ല. അതുകൊണ്ട് ലാഫർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്നാണ്. പക്ഷേ നമ്മൾ വെറുതെ ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? മെഡിസിൻ വേണം അല്ലേ. അപ്പോൾ ആരും ചിരിക്കരുത്, നാട്ടുകാർ തല്ലും. പക്ഷേ ചിരി പലവിധമുണ്ട്. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ചിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഇന്ത്യൻ സ്റ്റൈലിൽ ചിരിക്കാം അല്ലേ. ചിരിച്ചാൽ അപ്പോൾ ഇങ്ങനെ ചിരിക്കാം. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കാർഡിയോ വാസ്കുലർ എക്സസൈസ് ആണ് ചിരി. അതുകൊണ്ട് നാളെ രാവിലെ ഇവിടെ വന്ന് നിങ്ങളൊക്കെ ചിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാം. പലതരം ചിരിയുണ്ട്. അപ്പോൾ അതിപ്പം ചിരിക്കണ്ടല്ലോ, വേണോ? അതായത് മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞൊരു ചിരിയുണ്ട്. അതായത് നമ്മളിങ്ങനെ ഒരു ഗ്ലാസ്സിൽ നിന്ന് മറ്റേ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ചായ ഒഴിക്കുന്ന കണ്ടിട്ടില്ല. അപ്പോൾ അത് ഇങ്ങനെ അത് ഇത് ഡോക്ടർ മദൻ കത്തറിയ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ അലോപ്പതി ഡോക്ടറാണ് ഈ ലാഫിംഗ് തെറാപ്പിയുടെ ഉപജ്ഞാതാവ്. അദ്ദേഹം ഇന്ന് 123 രാജ്യങ്ങളിൽ 10,000 ലാഫിംഗ് ക്ലബ്സ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ കുറവാണ്, പക്ഷേ ഇവിടെയൊക്കെ ഉണ്ട്. നമ്മുടെ എറണാകുളം നമ്മുടെ കൊച്ചോസഫ് ചിറ്റിലപ്പള്ളിയാണ് ചെയ്യുന്നത്. രാവിലെ കഴിഞ്ഞ് ചിരി ആരോഗ്യത്തിന് നല്ലതാണ്, സൗന്ദര്യത്തിന് നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി ചിരിക്കാം. നമ്മൾ തന്നെയാണോ? അതായത് ATM കാർഡിൽ നമ്മൾ ഭാര്യയ്ക്ക് ഒരു സാരി വാങ്ങി, എന്നിട്ട് ആ പൈസ ഏകദേശം തീർന്നു, പിന്നെ 300 രൂപയിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ATM കാർഡ് നോക്കിയിട്ടുള്ളൊരു ചിരിയുണ്ട്. ഇരിക്കട്ടെ.
നിങ്ങൾക്ക് ചിരിക്കാം. ഇങ്ങനെ ഗൗരവത്തിന് വന്നിട്ട് കാര്യമില്ല, വടിയായി പോകും. ഇത് അധികം ഇങ്ങനെ ഗൗരവത്തിന് നിൽക്കുന്ന ആളുകളാണ് മാതൃഭൂമിൻ്റെ 9ാമത്തെ പേജിൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് കാണുന്നു. അത് ഇന്നലെ കുഴഞ്ഞു, ഇന്ന് വീണു, നാളെ മരിച്ചു എന്നല്ല, മലയാളി കുഴഞ്ഞു വീണ് മരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങളെപ്പോലത്തെ ചെറുപ്പക്കാർ ലാഫിംഗ് ക്ലബിലൊക്കെ ചേരുക, ഇടയ്ക്ക് ചിരിക്കുകയൊക്കെ ചെയ്യാം. വെറുതെ മസിൽ പിടിക്കുകയാണെന്നിട്ട് ഒരു കാര്യം. ഏതായാലും അങ്ങ് പോകും, ഏതായാലും ചിരിച്ചിട്ട് പോവാം. ചാൽ ബീച്ചില് ഇങ്ങനെ ഒരാളെ കണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞോണ്ട് ഇത്രയും നല്ല കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. അപ്പൊ ഇത്രയും സമയം നമ്മളൊക്കെ ചെലവഴിച്ചതിന് വളരെ നന്ദി. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് അഴീക്കൽ സൈഡിലല്ലേ. നമ്മളിപ്പോ അപ്പുറം കാണുന്ന ഏതാ നഷ്ട മാട്ടൂലാന്ന്. നമ്മൾ മാട്ടൂല് ഇപ്പുറ സൈഡ് അഴീക്കലുള്ളത്. ബാക്കിൽ ഋഷി ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. പിന്നെ ഇവിടത്തേക്ക് വരാൻ 2 വഴിയല്ലേ. റോഡ് വഴി വരുന്നുണ്ടെങ്കിൽ പാപ്പിൻശ്ശേരി വളവാട്ടണം വഴി വരണം. പിന്നെ ഈ വഴി ബോട്ട് സർവീസ് ഉണ്ട്. ബോട്ട് സർവീസിനത് ഉണ്ട്. മാട്ടൂല കാറ്റാടി സൺസെറ്റിൻ്റെ നല്ല ടൈം. നോർമലി വെസ്റ്റ് മോർണിംഗാണ് വെസ്റ്റ്. പിന്നെ ബീച്ചാകുമ്പോൾ ബീച്ചിൻ്റെ ബ്യൂട്ടി വരുന്ന സൺസെറ്റിലാണ്. ഇത് നമ്മളെ മാട്ടൂല്, ഇത് നമ്മളെ നാട്. മാട്ടൂല് ഇപ്പുറത്തെ സൈഡ്. മുമ്പേ അവിടെ വന്നാൽ ഇപ്പുറത്തേക്ക് വരണമെന്നില്ല നല്ലൊരു ആഗ്രഹം. എങ്ങനെയുണ്ട് ആദ്യ സ്ഥലം? അടിപൊളിയല്ലേ? അപ്പോൾ ഇത് പുഴയാണ് കേട്ടോ വരുന്നത്. ഈ പുഴ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ വളവാട്ടണം കുപ്പം ആ ഏരിയയിലേക്ക് പോകുന്നത്. അത് കടലും പുഴയും കൂട്ടിവിട്ടുന്ന ഒരു സ്ഥലം. അത് വാട്ടർ പോയിന്റ്. എന്താ വാട്ടർ ബ്രേക്ക് എന്താ പറയില്ല ആദ്യം? പിന്നെ അഴീക്കല് നമ്മളെ ചാൽ ബീച്ചിനെല്ലാം അടുപ്പിച്ചിട്ട് ഒരു കപ്പലുണ്ട്. അത് മുമ്പ് വാട്സപ്പിൽ കണ്ടിരുന്നു. ഇത് കടല്. ഇതാണ് ഇത് ബ്രേക്ക് ചെയ്യുന്ന പ്ലേസ്. ഇപ്പോഴത്തെ സൈഡ് പുഴ വരുന്നു. ഇത് പുഴ നമ്മുടെ കുപ്പം വളവാട്ടണം പുഴ. അപ്പുറത്തെ സൈഡിലുള്ളതാണ് മാട്ടൂല് വരുന്നത്. ഈ ഇതാണ് കുപ്പം വളവാട്ടണം നമ്മുടെ പുഴ വരുന്നത്. ഇതിലെവിടെയാണ് ബോട്ട് സർവീസ് ഉള്ളത്. നമ്മളെ മാട്ടൂലും അഴീക്കലും ബന്ധിപ്പിക്കുന്ന ബോട്ട് സർവീസ് ഉള്ളത്. ആദ്യം ഒരു ദിവസം മാട്ടൂല് അഴീക്കൽ സൈഡിൽ വന്നു. അതായത് മാട്ടൂൽ ലാസ്റ്റ് സൈഡ് ബീച്ചിലേക്ക് വന്നു. അങ്ങനെ പിറ്റേന്ന് ദിവസം അങ്ങനെ ആഗ്രഹമായിട്ടാണ് അപ്പുറത്തെ സൈഡിലേക്ക് പോയത്. അപ്പുറത്തെ സൈഡിൻ്റെ പേരെന്താണെന്ന് അശോക? അതാണ് അഴീക്കലല്ലേ ശരിക്കും അഴീക്കൽ. അങ്ങനെ അഴീക്കൽ, ചാൽ ബീച്ച്, അഴീക്കൽ ഫെറി അവിടെയൊക്കെ പോയി. പിന്നെ ഇവിടെ കുറച്ച് ഫൂട്ടേജ് എടുക്കാനുള്ളതുകൊണ്ടാണ് ഇവിടെ ഒന്നും കൂടി വന്നത്. ഇതാണ് പ്ലേസ് വരുന്നത്. ഞാൻ വന്നു പോയത് അപ്പുറത്തെ സൈഡാണ്. അതാണ് കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. അടിപൊളിയാണ്. ഇതാണ് അഴിമുഖം വരുന്നത്. ഇവിടെ ഭയങ്കര ഡേഞ്ചറാണല്ലേ, ഡേഞ്ചർ ഏരിയയാണ്. ഇതാണ് കാറ്റാടി മരം. നമ്മൾ അഴീക്കോട് അഴീക്കൽ ഭാഗത്ത് നോക്കുമ്പോൾ മാട്ടൂൽ ലാസ്റ്റിൽ ഇപ്പോൾ കാറ്റാടി മരം വളരെ കുറഞ്ഞിന്. കാറ്റാടി മരത്തെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? എന്താ ഇതിനെക്കൊണ്ട് ഉപകാരം? അശ്വാക്കിന് മുഖം കാണിക്കാൻ തീരെ താല്പര്യമില്ല. അശ്വാക്ക് സംസാരിക്കുന്നുണ്ട്. അശ്വാക്ക് നാട്ടിൽ അഴീക്കലില്ലാണ്. അശ്വാക്കിനോട് തന്നെ ചോദിക്കാം, എന്താണ് കാറ്റാടിനെ കൊണ്ടുള്ള ഉപകാരം? ഇതിന് മുമ്പ് എന്തെങ്കിലും കാറ്റാടിനെ കുറിച്ചിട്ട് പൊതുവെ പറയപ്പെടുന്ന വെച്ചാൽ ഇത് നല്ലോണം വെള്ളം റീറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ പണ്ട് സുനാമി നടന്നപ്പോൾ ഈ ഏരിയ വലിങ്ങനെ പുതിയങ്ങാടി ഏരിയയിൽ നല്ലോണം എഫക്റ്റ് ആവുകയും ഇവിടെ എഫക്റ്റ് കുറയുകയും ചെയ്യാൻ കുറേ ആൾക്കാർ കാരണമായിട്ട് പറഞ്ഞത് കാറ്റാടിൻ്റെ പ്രസൻസ് ആയിരുന്നു. കാറ്റാടിൻ്റെ പ്രസൻസ് ഇപ്പോൾ ഇവിടെ വളരെ കുറഞ്ഞല്ലേ? എത്രയോ കുറഞ്ഞ്. അതായത് ആ സൈഡ് നല്ലോണം ഉണ്ട് കേട്ടോ. ആ സൈഡിലെ ലൈറ്റ് ഹൗസ് എല്ലാം കാണാം. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടല്ലോ അശോക ബോട്ട് വഴി. ഇനി ബാക്കി അത് കണ്ടിട്ട് വരാം. എൻ്റെ സജിത്. എവിടെ സ്ഥലം? എവിടെയാണ്? ഞാൻ മട്ടന്നൂർ തന്നെ. മട്ടന്നൂർ. അപ്പോൾ എത്ര വർഷമായി ഇവിടെ
ഇവിടെ ഇപ്പോൾ സർവീസ് തുടങ്ങിയിട്ട് 8 വർഷത്തോളമായി. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് എല്ലാം എങ്ങനെയാണ്? രാവിലെ 6:30 മുതൽ വൈകിട്ട് 7:45 വരെ ഫെറി സർവീസായിട്ട് ഇവിടെ ഓടുന്നുണ്ട്. അപ്പോൾ ഇത് കൊറോണയ്ക്ക് ശേഷം തുടങ്ങിയിട്ട് കുറയാണോ? കൊറോണയ്ക്ക് ശേഷം കുറച്ച് കാലം ഫസ്റ്റ് ആരംഭത്തിൽ തന്നെ കുറച്ച് ദിവസം ഓടാൻ പറ്റിയില്ല. കൊറോണ ഇപ്പം റെഗുലറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. യാത്രക്കാർ ഇപ്പോൾ കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. ഇപ്പോൾ സർവീസ് എങ്ങനെയുണ്ട്? നല്ല പ്രകൃതി ആസ്വദിച്ചു. സർവീസ് ഇത് ഫെറി സർവീസ്. അപ്പോൾ മറ്റ് കണ്ണൂർ ഭാഗങ്ങളിലേക്ക് പോകാൻ വേണ്ടിയുള്ള എളുപ്പമാർഗ്ഗം കൂടിയാണ്. മാട്ടൂരുള്ളവർക്ക് അഴീക്കൽ എത്തിപ്പെടാനുള്ള രണ്ട് പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്ന ഒരു ഫെറി സർവീസാണിത്. ബൈക്ക് സർവീസ് ഉണ്ടെങ്കിൽ തന്നെ അത് കാര്യക്ഷമമാരിയിലോട്ട് കയറ്റി ഇറക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കുറവ് തന്നെയാണ്. അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ അവരാണ് ചെയ്യേണ്ടത്. വഴി ബൈക്ക് കയറ്റാനുള്ള സൗകര്യം ഇല്ലാത്തതിനാൽ കുറവ് തന്നെയാണ് ബൈക്ക്. ഓക്കെ. ഇതാണിപ്പോൾ ഏട്ടൻ പറഞ്ഞത്. കാരണം ബൈക്ക് ഇതൊക്കെ വന്നാൽ കയറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് പഞ്ചായത്തിനോട് കുറേ കാലമായി എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ബൈക്ക് വന്നാൽ തന്നെ ഇതിലേക്ക് കയറ്റേണ്ടി എത്ര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത് ബൈക്കായിട്ട് വന്നതിന് കണ്ണൂരൊക്കെ എത്തൽ വളരെ ഈസിയാണ്. ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല. ഇതെന്താണ് ഈ കപ്പലൊക്കെ ഉള്ളത്? ഇവിടെ ഒരു കപ്പൽ പൊളിക്കൽ യന്ത്രം ഉണ്ടായി, ഇപ്പില്ല. അത് ഇത് എന്തോ പ്രകൃതിക്ക് ദുരന്തം ഉണ്ടാകുന്നതുകൊണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പറഞ്ഞ് അത് നിർത്തലാക്കി. അതുകൊണ്ട് മുമ്പ് കുറേ കപ്പലൊക്കെ വരുത്തുണ്ടല്ലേ. അഴീക്കൽ തുറമുഖം പ്ലാനിലുള്ള സ്ഥലമാണിത്. അപ്പോൾ നമ്മളിന്ന് മാട്ടൂൽ അഴീക്കൽ ചാൽ ബീച്ച് നമ്മളെ മാട്ടൂരിൽ അപ്പുറത്തെക്കാരെല്ലാം കണ്ട് എങ്ങനെ ഉണ്ടായിന്? ആ സ്കൈ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. പൊളി സ്ഥലം അല്ലേ? അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിക്കുന്നു. ഈ സ്ഥലത്ത് അന്നേ വരണമെന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ട്. നിങ്ങൾക്ക് ഉണ്ടായില്ല അപ്പുറത്ത് വരുമ്പോൾ ഇപ്പുറം വരണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ഇന്ന് വന്ന് ചാൽ ബീച്ചിൽ വരുത്തുന്നുണ്ട്, ഈ സൈഡിൽ വരുത്തില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ ബൈ ബൈ.